ആ കൃഷിയിടത്തിലെ മറ്റുള്ള എല്ലാ ജീവികളെയും അപേക്ഷിച്ച് ശക്തനായ ആ കഴുതയോടായിരുന്നു യജമാനൻ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്. അതിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ ആരോഗ്യം പോലും വകവയ്ക്കാതെ മറ്റുള്ള എല്ലാ ജീവികളേക്കാൾ ഇരട്ടിയിലധികം ചുമടെടുക്കുമായിരുന്നു, ഇരട്ടി സമയം ജോലി ചെയ്യുമായിരുന്നു ആ കഴുത. അതുകൊണ്ട് തന്നെ പണിയെടുത്ത് തളർന്ന് വിശ്രമിക്കുന്ന മറ്റ് ജീവികളെയെല്ലാം യജമാനൻ ശകാരിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും ഈ കഴുതയെ മാത്രം സ്നേഹിച്ചും തഴുകി തലോടിയും കൊണ്ടേയിരുന്നു. എന്നാൽ മറ്റ് ജീവികൾ കഴുതയെ ഉപദേശിക്കാൻ തുടങ്ങി, നീ നിൻ്റെ ആരോഗ്യം പോലും വകവയ്ക്കാതെ ഇത്രയധികം ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നിന്നോട് യജമാനന് ഇത്രയധികം സ്നേഹവാത്സല്യം. നിന്നെ ഒരു ഉപകരണമാക്കി മാത്രമാണ് അയാൾ കാണുന്നത്. ഇതൊന്നും ചെവിക്കൊള്ളാതെ കഴുത തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ എടുക്കാൻ കഴിയാത്തത്ര വലിയ ഭാരവുമായി അത് നടന്നു വരുമ്പോൾ കാൽ വഴുതി വീഴുകയും കാൽ ഒടിയുകയും ചെയ്തു. യജമാനൻ ഓടിയെത്തി കഴുതയെ ചികിത്സിക്കാൻ തുടങ്ങി. അപ്പോൾ കഴുതയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. തൻ്റെ വീഴ്ചയിലും തൻ്റെ യജമാനൻ തന്നെ ശുശ്രൂഷിക്കുന്നല്ലോ, ഇവർ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന തോന്നലായിരുന്നു കഴുതയ്ക്ക് ഉള്ളിലുണ്ടായത്. എന്നാൽ 3-4 ദിവസം ചികിത്സിച്ചിട്ടും കഴുതയുടെ പരിക്ക് ഭേദമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു കച്ചവടക്കാരനെ വിളിച്ചു വരുത്തി യജമാനൻ ഈ പരിക്ക് പറ്റിയ കഴുതയെ മാറ്റി എനിക്ക് ശക്തനായ ഒരു കഴുതയെ കൊണ്ടുതരൂ എന്നായി. അങ്ങനെ പിറ്റേ ദിവസം വളരെ ശക്തനായ ഒരു കഴുതയുമായി ആ കച്ചവടക്കാരൻ തിരിച്ചെത്തി. അപ്പോഴാണ് കഴുത തിരിച്ചറിഞ്ഞത് തൻ്റെ സ്ഥാനം ഇനി ആ ശക്തനായ കഴുതയ്ക്കാണ്. തൻ്റെ ശക്തി മാത്രമായിരുന്നു യജമാനന് വേണ്ടിയിരുന്നത്. മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഞാൻ യജമാനൻ്റെ ഒരു ഉപകരണം മാത്രമായിരുന്നു. നമ്മളെ മറന്ന്, നമ്മുടെ ആരോഗ്യത്തെ മറന്ന് ആർക്കെങ്കിലും വേണ്ടി അധ്വാനിക്കുമ്പോൾ ഈ പാഠം മനസ്സിൽ സൂക്ഷിക്കുക. നന്ദി.